വയനാട്ടിൽ നിന്ന് ടി അനീസ് അലി കൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അനീസ, ഈ 5 മാസത്തിന് ശേഷം ഇനി ദ്രുതഗതിയിൽ എത്രയും പെട്ടെന്ന് മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ പദ്ധതി. അതിന്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ സർവേ നടപടികൾ അടക്കം ഇന്ന് ഇപ്പോൾ പ്രാഥമിക ഘട്ടമായി നടന്നു എന്നാണ് അറിയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ വേണം. സ്നേഹ, ഒരു രാത്രി നനച്ചിരിക്കാതെ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരാണ് അവർ. 5 മാസത്തിന് ശേഷം ഇപ്പോൾ പുനരധിവാസം ആരംഭിക്കുന്നു, അത് വേഗത്തിലാകുന്നു എന്ന പ്രതീക്ഷയുണ്ട്. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നെടുമ്പാലയിലും അതുപോലെ കൽപ്പറ്റയിലെ എൽസ്റ്റണിലും 2 ടൗൺഷിപ്പുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ടൗൺഷിപ്പിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സേഫ് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഒപ്പം ഉള്ളത് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ നെടുമ്പാല എസ്റ്റേറ്റിലോ ടൗൺഷിപ്പ് അല്ലെങ്കിൽ പിന്നെ പുറത്തു പോകേണ്ട ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മുണ്ടക്കൈയിലെ ദുരിതബാധിതരാണ്. ഇതില് പേര് പറഞ്ഞത് അനിൽകുമാറിന്റെ മകനും അതുപോലെ തന്നെ അമ്മയും ആ ദുരന്തത്തിൽ മരിച്ചുപോയിരുന്നു. ഇപ്പൊ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ആദ്യഘട്ടത്തിൽ അതിനെ കുറിച്ച് തോന്നുന്നത്? ഇത് ഞാനിപ്പോ ആദ്യം മുതലേ പറഞ്ഞ പോലെ തന്നെ ആയി. എന്താ വെച്ചാൽ ഇപ്പോ കേരള സർക്കാരാകട്ടെ കേന്ദ്ര സർക്കാരാകട്ടെ സെൻട്രലിൽ കുടുങ്ങി നിൽക്കുന്ന ഈ നമ്മളെ പോലുള്ളവരേക്ക് എന്ത് ചെയ്യുന്നതാണ് ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഈ തരുന്നവര് ഇപ്പൊ 15 ലക്ഷം അതും വേണ്ടാന്ന്. എന്തിനാണ് അതും കൂടി? വീടും വേണ്ട, 5 സെന്റും വേണ്ട, 10 സെന്റും വേണ്ട. നമ്മളിപ്പോ ജീവനോട്ടുണ്ടല്ലോ. ഇതുപോലെ കാലാകാലം നമുക്ക് ഈ കോട്ടേഴ്സും കാര്യങ്ങളും തന്നിട്ട് വാടകയും കാര്യങ്ങളും തന്നാ മതി. അനിൽകുമാർ വീട് വെച്ച് കൂടിയിരിക്കാൻ പോകുന്ന സമയത്താണ്. അതെ, ഞാൻ എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് കഷ്ടപ്പെട്ട തണുപ്പത്ത് യൂറോപ്പിൽ ഞാൻ പണിയെടുത്ത് ആ ഉള്ള പൈസ മൊത്തം എന്റെ ആ വീടിന് വേണ്ടിയിട്ട് ചെയ്തതാ. അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും നോക്കിയാൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എത്ര ചെലവാക്കിയിട്ടുണ്ടാവും. പുതിയ വീട്ടിലേക്കും വേണ്ടിയിട്ട് ഞാൻ പുതിയ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പാടിൽ നിൽക്കും. ഈ സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് ഞാൻ ഇങ്ങനെ കടന്ന് ഈ 4-5 മാസം കടന്നിട്ട് വീണ്ടും ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ എന്റേതേപോലെ തന്നെ ഈ നിൽക്കുന്നവർ എല്ലാവരുടെയും ഓരോരുത്തരെ എവിടേക്കാണ് നിൽക്കുന്നതെന്നൊന്നും അറിയില്ല. അവരൊക്കെ എന്ത് ചെയ്യും? മോദി വന്ന് കണ്ട് സംസാരിച്ച് PM വന്ന് കണ്ട് സംസാരിച്ച് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും ഏകദേശം. ഇപ്പൊ എന്തായാലും റഷീദ്, സർക്കാർ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെടുമ്പാലയിലോ അല്ലെങ്കിൽ കൽപ്പറ്റയിലോ. നെടുമ്പാലയിലാണെങ്കിൽ 10 സെന്റും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടും, 10 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും. കൽപ്പറ്റയിലാണെങ്കിൽ 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുമാണ്. ഇതല്ലെങ്കിൽ പിന്നെ 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നാണ് പറഞ്ഞിട്ട്. ഇതിൽ സർക്കാരിന്റെ ഇന്നത്തെ മൊത്തം പ്രഖ്യാപന വാർത്ത കണ്ടിരുന്നല്ലോ അല്ലെ? അപ്പൊ അത് കാണുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം, പോസിറ്റീവായിട്ടുള്ള അതിൽ നിങ്ങൾ കാണുന്ന ഘടകം എന്താണ്? പോസിറ്റീവായിട്ടെന്നുള്ളത് നമ്മുടെ സ്ഥലം അവിടെ ദുരന്തത്തിൽപ്പെട്ട സ്ഥലം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, അത് വനപ്രദേശമാകാതെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് ഞങ്ങൾ ഗവൺമെന്റ് അഭിനന്ദിക്കുന്നുണ്ട്. അതിനോട് തന്നെ ഗവൺമെന്റ് പുനഃപരിശോധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കൽപ്പറ്റയിൽ മിനിമം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ 15 സെന്റാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ മുണ്ടക്കയിൽ എല്ലാവരും ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ജനകീയ സമിതി അല്ലെങ്കിൽ ജനസമിതി അങ്ങനെയുള്ള ആരാവട്ടെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ മിനിമം 15. CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പക്ഷെ ഞങ്ങളിപ്പോ പറയുന്നത് അവിടെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നോക്കില്ല. പൊതുവെ ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ മാത്രമേ രാഷ്ട്രീയമുള്ളൂ. പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ പുറത്തിതാ സുഹൃത്തുക്കൾ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ ഈ ഗവൺമെന്റ് പുനഃപരിശോധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കൽപ്പറ്റ മിനിമം 10 സെന്റ് വേണം. അതിനനുസരിച്ച് നെടുമ്പാല കൂട്ടാതിരിക്കുക, മിനിമം 10 സെന്റ് വേണം. അതുപോലെ തന്നെ ഈ 15 ലക്ഷം കൊണ്ട് ഈ നമ്മളിപ്പോ ടൗൺഷിപ്പ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് 5 ലക്ഷം എന്ന് പറയല്ലേ, അതും ഗവൺമെന്റ് പുനഃപരിശോധിക്കണം. കാരണം അതൊരിക്കലും നടക്കാതെ വരിക. 2018 പുത്തുമല ഉരുള് പൊട്ടിയാണ് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്ഥലത്തിന് റേറ്റ് കൂടിയിട്ടുണ്ട്, എല്ലാ സാമഗ്രികൾക്കും റേറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 5 സെന്റ് കുടിസ് റൂമാണ്. അപ്പൊ നമുക്ക് ഒരു ഷെൽട്ടർ കിട്ടുന്ന പോലെ ആയിരിക്കും ഈ 5 സെന്റിൽ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടും കൂടെ തിരിയാൻ പറ്റില്ല. ഈ അവിടെ വീട് സ്ഥലം പോയതൊക്കെ 20-30 സെന്റ് ഗവൺമെന്റ് നോക്കി അറിയാൻ കഴിയുന്ന. അതുപോലെ തന്നെ വേറെ ഇതിനെ കൂടി ചേർക്കാനുള്ളത്, ഇപ്പം ബോഡി കിട്ടാത്ത കുറെ ആൾക്കാരാണ്. പിന്നെ തിരിച്ചറിയാത്ത ബോഡി തിരിച്ചറിയാൻ അവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചറിയൽ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് MPമാരെ ഉപയോഗിച്ചിട്ടോ ഗവൺമെന്റോ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഞങ്ങൾക്ക് വായ്പകൾ എഴുതിത്തള്ളാളെ കുറെ ആളുകൾ കടക്കണിയിൽ ആത്മഹത്യ പറയുന്നുണ്ട്. അല്ല, അത് നമ്മുടെ ചർച്ചയിലുള്ളതാണ്. പക്ഷെ ഇതിപ്പോ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ്.